ഞാനൊരു സാധാരണ ഭവനത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബലഹീന വ്യക്തിയാണ്. എൻ്റെ അപ്പച്ചൻ്റെ പേര് ടി ഇടിക്കള. ടി എന്ന് പറഞ്ഞാൽ തരീച്ചൻ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അപ്പച്ചൻ്റെ പേര് തരീൻ എന്നായിരുന്നു. അതുകൊണ്ടാണ് ആ ടി ഇടിക്കള എന്നുള്ളത് കിട്ടുവാനിടയായി തീർന്നത്. എൻ്റെ മാതാവ് അന്നാമ്മ എന്നായിരുന്നു അമ്മച്ചിയുടെ പേര്. അവർ രണ്ടുപേരും വളരെ വളരെ ഭക്തിയോടും ദൈവാശ്രയത്തോടും കൂടി ജീവിക്കുന്ന വ്യക്തികളായിരുന്നു. എൻ്റെ അപ്പച്ചന് കുറച്ച് വ്യവസായങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ ധാരാളം തെങ്ങിൻ തോപ്പുകൾ ധാരാളം ഉള്ളൊരു സ്ഥലമാണ്. ആ നാളികേരം അത് കൊപ്രായാക്കി കൊണ്ടുവന്ന് കൊടുത്ത് അപ്പച്ചനിങ്ങനെ ആ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ കയർവിരിയും ആ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നതാണ്. അഷ്ടമുടി കയർ എന്നുള്ള പറയുന്ന ഒരു കയറാണ് അവിടെ പിരിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം കെട്ടിക്കൊണ്ടുവന്ന് ആലപ്പുഴ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതിന് പണം മേടിച്ചിട്ട് വ്യവസായവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു എൻ്റെ അപ്പച്ചൻ. 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് 5 സഹോദരന്മാരും 3 സഹോദരിമാരും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനാണ് ഉള്ളതിലേക്കും പ്രായം കൂടിയ ആളും മൂത്തയാളും. അതുകൊണ്ട് വാസ്തവത്തിൽ എനിക്കൊരു പ്രയാസമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും എൻ്റെ ഇളയ സഹോദരങ്ങളായതുകൊണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള ചുമതല എനിക്ക് വളരെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഞാൻ വന്നിരിക്കുന്ന ഒരു ലൈൻ പ്രത്യേകമായിട്ട് ഉള്ളതായതുകൊണ്ട് വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് പോരുവാൻ തക്കവണ്ണം പ്രേരിതമാകുന്ന ചില ചിന്താശകലങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വാസ്തവത്തിൽ ഭരിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. ഒന്നാം തീയതി വരുമ്പോൾ ഹൈന്ദവർ പലരും വീട്ടിലെ പഠിക്കൽ വന്നിട്ട് അവർ വീട്ടിൽ കയറത്തില്ല. വിളിച്ചു പറയും, ആ കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടണമല്ലോ. കൊച്ചിനുണി സാധാരണ വീട്ടിൽ വിളിക്കുന്നത് കൊച്ചിനുണി. കാരണം ഒന്നാം തീയതി വീട്ടുകളെല്ലാം ഞാൻ കേൾക്കണം. അതെ, അവരെ പ്രത്യേകമായിട്ട് എൻ്റെ അനുഗ്രഹമായിട്ട് അവർ കരുതിയിരുന്നു. ഒരിക്കലും അതിനെ ഞങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം ആർക്കും ഒരു വിസമ്മതമില്ല, സന്തോഷമാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെയാണ് ഒന്നാം തീയതി വരുന്ന ജോലി എൻ്റെതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനാണ് എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത മകൻ. എൻ്റെ സഹോദരങ്ങളെല്ലാവരും എനിക്ക് ഇളയതാണ്. ഒരിക്കൽ എൻ്റെ അപ്പച്ചനോടൊക്കെ പറയുണ്ടായി, അച്ഛൻ എനിക്കൊരിടപ്പം മുണ്ട് വാങ്ങിച്ചു തരണം. കാരണം ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, മക്കളിൽ നിന്ന് അപ്പന്മാർക്ക് വല്ലതും കിട്ടുന്നത് സന്തോഷമാണല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പഠിച്ചത് ഒരു NSS ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് എൻ്റെ ബാല്യകാലത്ത് ഞാൻ പഠിച്ചത്. അവിടുത്തെ അധ്യാപകർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, മാത്യു, നീ ഒരു വൈദികനായിട്ട് തീരണം. രംഗാചാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കട്ടിയാട് ശ്രീരാമപ്പണിക്കർ എന്നാണ് ഒരാളിൻ്റെ പേര്. അദ്ദേഹം ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററായിരുന്നു. ആ നിലയിൽ സ്കൂളിലെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ആ നിലയിലൊരു വീക്ഷണം എൻ്റെ അധ്യാപകർക്ക് പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. ഹൈന്ദവ പുസ്തകങ്ങൾ തന്നെ. വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകം ഞാൻ ഒത്തിരി വായിക്കുമായിരുന്നു.
ഒരുപാട് ഇഷ്ടമുള്ള പുസ്തകമാണത്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ഞാൻ വായിക്കാൽ അത് ഉറക്കെ വായിക്കും. എനിക്ക് ഹൈന്ദവ മതത്തെ കുറിച്ച് എനിക്ക് ഉള്ള കാര്യമല്ല, അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളും ജീവിതവശങ്ങളും ഒക്കെ എന്നെ വളരെ വളരെ സ്പർശിച്ചു. പട്ടക്കാരെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളെല്ലാം പറയുന്ന അദ്ദേഹം കേട്ടിട്ടുണ്ട് മറ്റുള്ളവരെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ഒരു ജോലിക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വിമർശന ഹേതുവായിട്ട് തീരേണ്ടത് ആവശ്യമില്ല എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ്. എന്നാൽ വീട്ടിൽ ചില പ്രയാസങ്ങളെല്ലാം വന്നു. എൻ്റെ ഇടവക്കാർ, ഞങ്ങളുടെ ഇടവയിൽ കാര്യങ്ങൾ നടത്തുന്ന വലിയ മാനേജിംഗ് കമ്മിറ്റി ഒന്നുമല്ല, കുടുംബത്തിലെ മൂപ്പന്മാരാണ് കാര്യങ്ങൾ, പള്ളിയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവരാണ് വന്ന് എൻ്റെ അപ്പച്ചൻ്റെ പേര് ഇടുക്കള വെച്ചാൽ ആ കൊച്ചിനുണ്ണി തരണം എൻ്റെ പേര് കൊച്ചിനുണ്ണിന്നാണ് കൊച്ചുനാളിൽ ആ തരണമെന്ന് അവർ പലപ്പോഴും വന്ന് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചൻ അതിനെതിരായിട്ട് നിന്നു. അങ്ങനെ ഏതാനും ചില വർഷങ്ങൾ തന്നെ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടായ അവസരത്തിൽ എൻ്റെ അപ്പച്ചന് തോന്നി ഞാനിവനെ പിടിച്ചു നിർത്തിയതുകൊണ്ടാണോ എനിക്ക് ദൈവനമ്പുരാൻ ഇപ്പോൾ മാത്രം എന്നെ പ്രയാസപ്പെടുത്തുന്നതെന്ന് ഒരു ചിന്ത അദ്ദേഹം ഹൃദയത്തിൽ തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞു, എടോ ഇനി ഞാൻ തന്നെ തടയുന്നില്ല. പള്ളിക്കാരോട് വിളിച്ച് പറഞ്ഞു, ഞാൻ തടയുന്നില്ല, നിങ്ങളുടെ ആഗ്രഹം പോലെ നടന്നുകൊള്ളട്ടെ. അങ്ങനെയാണ് ഞാൻ പട്ടം വെക്കാനായിട്ട് തന്നെ പ്രയോജനമായത്. ഞാൻ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് എൻ്റെ അപ്പച്ചന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഭാരങ്ങളെല്ലാം വന്നിട്ട് അദ്ദേഹത്തെ അത്രമാത്രം അലട്ടി. എന്നാൽ ദൈവം വാസ്തവത്തിൽ എന്നെ ആ വഴിക്കൂടെ അല്ല ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് പിന്നീട് ബോധ്യമാകുവാൻ തക്കവണ്ണമാണ് ആ കല്യാണങ്ങളെല്ലാം എൻ്റെ അഭിപ്രായ വ്യത്യാസം കൂടാതെ എല്ലാം ഒഴിഞ്ഞു പോകാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ വിമുക്തനാകുകയും അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു വൈദികനായി തീരുവാൻ തക്കവണ്ണം പ്രേരിതരായി തീർന്നത്. പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി എന്നോട് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. എന്നെ വിളിച്ച് പറയുകയാണ്, എടോ 3 പ്രാവശ്യം എന്നെ വിളിച്ചു. ഇത് നേരിയതിനകത്ത് പൊതിയുന്ന തീക്കട്ടയാണ്, കട്ടിയുള്ള തുണിയുമല്ല, നേരിയ തുണിയാണ്. ആ തുണിക്കകത്ത് പൊതിയുന്ന തീക്കട്ടയാണിത്. താൻ ഭക്തനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ തീക്കട്ട ആ നേരിയതിനകത്ത് മിന്നിത്തിളങ്ങി പ്രകാശിക്കും. അത് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ്. അതാൻ ദൈവികമല്ലാത്ത ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അത് തന്നെ ചുട്ട് ദഹിപ്പിക്കുകയും ചെയ്യും എന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല. എന്നൊക്കെ അദ്ദേഹം എന്നോട് ഉദ്ഘോഷിച്ചതായ വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചകിടാതെ തന്നെ ഹൃദയത്തിൽ സ്ഥിതി. അന്ന് നമ്മൾ കോട്ടയം സെമിനാരിയിലെ വൈദിക പഠനമെന്ന് പറഞ്ഞിരുന്നാൽ മാമോദീസ മുക്കാനും കല്യാണം നടത്താനും ശവമടക്കാനുമുള്ള പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു പഠന കാര്യങ്ങളും സെമിനാരിയിൽ നിന്ന് കിട്ടാനില്ല. ആ സമയത്താണ് പുത്തുങ്കാവിലെ ഫിലോസഫി മനസ്സുകൊണ്ട് മാക്കാങ്കുന്നിലെ ഒരു സെമിനാരി തുടങ്ങുവാൻ പോകുന്നുവെന്ന് പത്രത്തിൽ വാർത്ത കണ്ടു. ഞാൻ പഴയ സെമിനാരിയിൽ പോയി അവിടുത്തെ മൽപ്പാനച്ചനോട് പറയുകയുണ്ടായി, എനിക്ക് എന്നെ നിങ്ങൾ എൻറോൾ ചെയ്യാനായിട്ട് വരട്ടെ. ആ പുത്തങ്ങി തിരുമേനി ഒരു സെമിനാരി തുടങ്ങുന്നുണ്ട്, അവിടെ കുറച്ചുകൂടി വേദപുസ്തകം പഠിക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് സാധിക്കുമെന്ന്
പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ എന്നെ എൻറോൾ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. അവർ അപ്രകാരം 1-2 ദിവസം കാത്തിരുന്നു. ഭാഗ്യവശാല് പുതുക്കാവല തിരുമേനി പഴയ സെമിനാരിയിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. അദ്ദേഹത്തെ ഞാൻ കണ്ടു, ഞാൻ സംസാരിച്ചു, അദ്ദേഹം എന്നോട് സംസാരിച്ചു. അതിലും എന്നോട് അതായത് പറഞ്ഞതനുസരിച്ച് അവിടെ ക്ഷമാചൻ പോരെ തന്നെ ഞാൻ അവിടെ എടുത്തുകൊള്ളാം എന്നുള്ള വാഗ്ദാനവും കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ വന്ന് പഴയ സെമിനാരിയോട് യാത്ര പറഞ്ഞിട്ട് പത്തനംതിട്ട സെമിനാരിയിലാണ് പോയി താമസിച്ച് പഠിച്ചത്. അവിടെ ഞങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് തിരുമേനി ഒരു MA ബിഡിക്കാരനായിരുന്നു, ഫിലോസഫി മനസ്സുകൊണ്ട്. അതുപോലെ തന്നെ MG കുര്യച്ചൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു MA ബിഡിക്കാരനാണ്. അദ്ദേഹം സാക്രമെന്റൽ തിയോളജിയിൽ ഇംഗ്ലണ്ടിലെല്ലാം പോയി പഠിച്ചൊരു വ്യക്തിയായിരുന്നു. നല്ല വിജ്ഞാനമുള്ള ഒരു വൈദികനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു VG തോമസ് എന്ന് പറഞ്ഞൊരു BD പാസ്സായ വേറെ അധ്യാപകൻ ആ സ്കൂളുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ദാനിയൽ മാർ ഫിലിസ്തീൻ തിരുമേനിയായിട്ട് പിന്നീടായി തീർന്ന ദാനിയൽ ക്ലേറി, അദ്ദേഹം അവിടെ ഒരു അധ്യാപകനായിരുന്നു. ഇവരെല്ലാം തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന വ്യക്തികളായതുകൊണ്ട് ഞങ്ങളുടെ സെമിനാരി വാസ്തവത്തിൽ വളരെ വളരെ ധന്യമായിട്ട് തന്നെ നടന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. സുറിയാനി പഠിപ്പിക്കാനായിട്ട് അവിടെ ഒരു കോറപ്പിസ്കോപ്പാച്ചനുണ്ടായിരുന്നു മാക്കാങ്കുന്നേര്. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ മൽപ്പാനായിട്ട് വന്നത്. ഒരു മുറി കെട്ടി, ആ മുറിയിലാണ് ഞങ്ങളുടെ ബോക്സ് എല്ലാം വെച്ചിരിക്കുന്നത്. ബോക്സുകളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ പഠിക്കുന്നതെല്ലാം അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, റാങ്കലാണുള്ളത്. റാങ്കൽ കത്തിച്ചുകൊണ്ട് പോയി ആ ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിക്കും. കിടക്കാൻ കഴിയുന്ന സമയം വരുന്ന അവസരത്തിൽ നിരപ്പുള്ള ഡെസ്കോ ബെഞ്ചോ പിടിച്ചിട്ട് അതിന് ഞങ്ങളുടെ പായം വിരിച്ച് കിടന്നുറങ്ങുകയാണ്. നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ജോലി ആ ഡെസ്കും ബെഞ്ചും എല്ലാം തിരിച്ച് നേരെ ഇടുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി. കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. പുതുക്കാവല തിരുമേനി ഒരു ദിവസം സന്ധ്യാനമസ്കാരം കഴിഞ്ഞിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് ആ കുന്നിൽ നല്ല നിരപ്പുള്ള കുറേ സ്ഥലമുണ്ട്, അതിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് ഒരാഞ്ഞിലിയുണ്ട്. ആഞ്ഞിലിയുടെ അടുത്ത് തന്നെ ഒരു വലിയൊരു പാറ അവിടെ കിടപ്പുണ്ട്. ആ പാറ ഒരു സന്ധ്യയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് തിരുമേനി ആ പാറപ്പുറത്തിരുന്നു, ഞാൻ ആ പുൽത്തകടിയിൽ താഴെ പുൽപ്പുറത്ത് ഇരുന്നു. എന്നോട് കൽപ്പിക്കുകയായിരുന്നു, ചെമാച്ച എന്തോ ചെമാച്ചന് വേദപുസ്തകം പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മളിൽ കൂടെ നിവൃത്തിയുമില്ല, ആരും പഠിപ്പിക്കാനില്ല. ഇത് ചിന്തിക്കേണ്ടത് ഒരു അത്യാവശ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തനിക്കൊരു നിർദ്ദേശം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു വേദപുസ്തകം തന്നെ കൊണ്ടുപോകണം. നമസ്കാര പുസ്തകത്തോടുകൂടെ ആ വേദപുസ്തകം ഒരു ഭാഗം വായിച്ചിട്ട് എൻ്റെ കർത്താവേ എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കിഴക്കോട്ട് നോക്കുമ്പോൾ പെരുമീൻ ഉദിച്ചു വരുന്നത് പോലെ തൻ്റെ മനസ്സിനകത്ത് നല്ല നല്ല ആശയങ്ങൾ കർത്താവ് തന്നെ വിതറിത്തരും. പക്ഷെ അതൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്, എല്ലാം കുറിച്ചിടണം, എല്ലാം ഭംഗിയായിട്ട് കുറിച്ചിടണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ അനുഭവത്തിൽ വാസ്തുവിൽ ആ നിർദ്ദേശം അനുഷ്ഠിക്കാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് പ്രയോജന വാസ്തുവിലുണ്ടായെന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അന്ന് ഞാൻ റിട്രീറ്റ് ഫാദറായിരുന്നു. പല സ്ഥലത്തും ധ്യാനം നടത്താനായിട്ട് എന്നെ ക്ഷണിക്കുമായിരുന്നു, ഞാൻ പോകുമായിരുന്നു. എൻ്റെ റിട്രീറ്റ് എല്ലാം എൻ്റെ ധ്യാനത്തിൽ
നീ എനിക്ക് നൽകിയിട്ടുള്ളതായ സന്ദേശങ്ങളാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. അത് വേറെ യാതൊന്നുമല്ല. കമൻട്രി എല്ലാം വായിച്ചാൽ കിട്ടുന്നതെല്ലാം അതിന് സെക്യുലറായിട്ട് ബാഹ്യമായിട്ടുള്ളതായ ആശയങ്ങളും അനുകൂലതയും വാക്കിൻ്റെ അർത്ഥമൊക്കെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഈ ആധ്യാത്മികമായ ആശയങ്ങൾ എന്നെ വാസ്തവത്തിൽ വളരെ വളരെ ശക്തിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. സെമിനാരിയിലെ ഞാൻ ഒരു കൊച്ചി എമ്മാച്ചനാണെന്ന നിലയിലും ഞാനാണ് വാസ്തവത്തിൽ ആ സെമിനാരിയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ, സ്റ്റുഡൻസ് ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ വാസ്തവത്തിൽ എനിക്കാണ് വാസ്തവത്തിൽ സ്ഥാനം കിട്ടിയത്. ഞാൻ സുറിയാനി നല്ലതുപോലെ പഠിച്ചു. സുറിയാനി ഭാഷയെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് പഠിച്ചാൽ നല്ല സുഖമുള്ള ഒരു പഠനമാണത്, സംശയമൊന്നുമില്ല. ആ ബഹുമാനപ്പെട്ട മൽപ്പാനച്ചൻ ഞങ്ങളെക്കൊണ്ട് സുറിയാനി പുസ്തകം തർജ്ജമ ചെയ്യും. തർജ്ജമ ചെയ്യുന്ന അവസരത്തിൽ ഞാൻ മറ്റൊന്നും നോക്കുന്നില്ല, സുറിയാനി എന്നെ വായിച്ചിട്ട് ഇതെല്ലാം തർജ്ജമ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു. പക്ഷേ എൻ്റെ കൂടെയുള്ള ചമ്മാച്ചന്മാർ ഡെസ്കിൻ്റെ കീഴിൽ ഒരു മലയാളം പുസ്തകം വെച്ചിട്ട് ശാന്തമായി പതുക്കെ ഓരോ നിർത്തി ഒക്കെ പറയുന്ന അവസരത്തിൽ ഈ സുറിയാനി തർജ്ജമ ചെയ്യുന്നത് പോലെ ഏകദേശമൊക്കെ മൽപ്പാനച്ചന് തോന്നി. ഉടനെ ചിലപ്പോഴൊക്കെ മൽപ്പാനച്ചൻ കമന്റ് പറയും, ഞാൻ ചമ്മാച്ചന്മാർക്ക് എല്ലാവർക്കും പഠിച്ചതും പഠിക്കാത്തതെല്ലാം ഒരുപോലെ ആയിപ്പോഴേ എന്ന് തമാശയായിട്ട് പറയാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയാണ്. ഇരിക്കുമ്പോഴാണ് ഫിലിസ്തീൻ മനസ്സുകൊണ്ട് സെറംപൂരിലെ സെനറ്റിന് പോയിട്ട് വന്നപ്പോൾ അദ്ദേഹം ബിഷപ്സ് കോളേജിൽ കയറി. അന്ന് നമ്മുടെ സിക്കി ജേക്കബ് ബിഷപ്പായിരുന്ന ആ ജേക്കബ് അച്ഛൻ ബിഷപ്സ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലാണ്. ഏതായാലും അവർക്ക് ഒരച്ഛനെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അവിടെ നമ്മുടെ ആളുകൾക്ക് മർത്തമക്കാരുണ്ട്, സീസായിക്കാരുണ്ട്, പിന്നെ നമ്മളുണ്ട്. ഈ വിദ്യാർത്ഥികൾ പെട്ടവരെ കൂടുതലും ഈ 3 ഗ്രൂപ്പിൽപ്പെട്ടവരാണ് പുറത്തുനിന്ന് വന്നവർ, ഇന്ത്യയിൽ നിന്ന് വന്നവർ. അപ്പോൾ അവിടെ അച്ഛനെ കിട്ടിയാൽ വേണമെങ്കിൽ അദ്ദേഹത്തിനൂടെ സ്റ്റുഡൻ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കൊള്ളാം എന്നൊരു പ്രമാണം പുതുകാലത്തിനോട് അവർ കൽപ്പിക്കുകയുണ്ടായി, അറിയിക്കുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ ചോയ്സ് എനിക്ക് അവർ ഏകകണ്ഠമായിട്ട് വേണം നമുക്ക് അയക്കാനായിട്ട്. ഇങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അച്ഛനായി എന്നെ അയക്കുകയും ചെയ്തു. വാസ്തവത്തിൽ പിന്നെ ബിഷപ്സ് കോളേജിൽ ഞാൻ ജീവിച്ച കാലത്തോളം ഇവിടുന്ന് എൻ്റെ 2 പേർക്ക് ഞങ്ങളുടെ കാനൻ അയച്ച ഒരു എഴുത്തുണ്ടായിരുന്നു, റിപ്പോർട്ടുണ്ടായിരുന്നു. ഫാദർ മാത്യു was a source of inspiration not only to students but also the staff members of this institution. നല്ലൊരു ക്രെഡിറ്റബിളായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വാസ്തുവിൽ എന്നെക്കുറിച്ച് അയക്കാനിടയായി തീർന്നത്. അതുകൊണ്ട് ഞാൻ പിന്നീട് അച്ഛനായിട്ടാണ് പോയത്. ബസേലിയോസ് നിധിയൻ ഭാഗത്ത് അന്ന് വേറെ മെത്രാജന്മാരും പട്ടം കൊടുക്കുന്നില്ല. അവരാരും പട്ടം കൊടുത്തിട്ടുമില്ല. എല്ലാം പട്ടം കൂടെ എല്ലാം മോറാൻ്റെ പക്കലാണ്. ഞാൻ ഓരോരായി താമസിക്കുന്ന അവസരത്തിൽ ടി കെ അലക്സാണ്ടർ
അവരെയൊക്കെ 3 സെന്റ് സ്ഥലവും ഒരു ചാപ്പലും 3 മുറി കെട്ടിടവും ഒരു കുശിനിയും ഒരു കൊച്ചു ഡൈനിങ്ങും തയ്യാറാക്കിയിട്ട് പരിശുദ്ധ മാമാതിരിയുടെ പേർക്ക് എഴുതി കൊടുത്തു. ഞാൻ കൽക്കട്ടയിൽ നിന്ന് എൻ്റെ പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പഴയ സിംഗാരി കൂടെ കയറി മോറാനെ കണ്ടേച്ച് പോരാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ കയറി. മോറാനെ കൈമുത്തിയ അവസരത്തിൽ എന്നോട് ബാബ കൽപ്പിച്ചു, എടോ തനിക്കിരിക്കാൻ ഞാനൊരു സ്ഥലം ഒരുക്കിച്ചിട്ട് വന്നതേ ഉള്ളൂ, വേഗം അങ്ങോട്ട് പോയിക്കൊള്ളണം. ഇവിടെ ഓർഡർ തരായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഉണർത്തിച്ചു. തേവോസിരിമേനി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, എടോ താൻ മുൻപ് വന്നെന്തെങ്കിലും ജോലി കയ്യേക്കുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ട് വേണം ചെയ്യാനെന്ന്. ഞാനിത് ആ യാഥാർത്ഥ്യം മോറാനെ അറിയിച്ചപ്പോഴത്തേക്ക് മോറാനങ്ങ് കോപിഷ്ഠനായി. ഞാനാരാടോ, മെത്രാനാരാടോ, ഞാനല്ലേ ഉള്ളൂ എല്ലാത്തിൻ്റെയും അധികാരി. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റൊന്നും പറഞ്ഞതല്ലേ, നിങ്ങളെല്ലാം കൽപ്പിക്കുന്ന പോലെ ഞാൻ ചെയ്തോളാമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാൽ ഞാൻ വിനയത്തോടെ എല്ലാം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഞാൻ പോകുന്ന അവസരത്തിൽ പോകാനായിട്ട് പുത്തിങ്ങാൽ തിരുമേനി കാരണക്കാരനായിരുന്നു. അപ്പം ഞാൻ ബേയിൽ ചെന്ന അവസരത്തിൽ ഒരു ദിവസം എന്നോട് പുത്തിങ്ങാൽ തിരുമേനി കൽപ്പിച്ചു, അച്ഛാ ഓതറ പോയെന്ന് കണ്ടേച്ചു പോരെ. ഞാൻ പറഞ്ഞു, വേദനാജനകമായ ഒരു വാക്ക് എനിക്കില്ല. തിരുമേനി വേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പോയി കണ്ടിട്ട് വന്നിട്ട് ഞാൻ ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് ആഗ്രഹമില്ല. അബ്രഹാമിനെ വിളിച്ചപ്പോഴേ യഹോവ അറിയിച്ചത്, നീ പുറപ്പെട്, എങ്ങോട്ടാ പോകേണ്ടത്, സ്ഥലം ഞാൻ കാണിച്ചു തരാം. കാണിക്കാണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടാനല്ലോ പറഞ്ഞത്. അതുപോലെ തിരുമേനിയോട് കൽപ്പിച്ചാൽ മാത്രം മതി, ഞാനങ്ങ് പോയിരിക്കും, ഞാൻ സംശയമൊന്നുമില്ല. അതുപോലെ എന്നോട് അങ്ങ് കണ്ടിട്ട് പോകാനായിട്ട് അതിന് ചെയ്യരുത്, എനിക്കിഷ്ടമില്ല. ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് വന്നേക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇത് അനുസരിച്ച് ഞാൻ ചുമതലയേറ്റപ്പോഴേ ടി കെ അലക്സാണ്ടർ എന്നോടൊരു വാക്ക് പറഞ്ഞു, അച്ഛാ അച്ഛനെന്തെങ്കിലും ആവശ്യമെങ്കിൽ എന്നെ എഴുതി അറിയിക്കണം. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഒരു കാര്യം എനിക്ക് അറിയിക്കാനുണ്ട്, ഞാൻ ചോദിക്കത്തില്ല. എന്തെങ്കിലും മനസ്സുകൊണ്ട് അയച്ചു തരികയാണെങ്കിൽ ഞാനൊന്നും ചോദിക്കത്തില്ല. നീ എന്നെ നടത്തുന്ന പോലെ മാത്രം എനിക്ക്. അദ്ദേഹം ഒന്നും എനിക്ക് തന്നിട്ടുമില്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുമില്ല. രാവിലെ ചക്ക, വൈകുന്നേരത്ത് ചക്ക. പിന്നീട് ഞാൻ കപ്പ നടുമായിരുന്നു. കപ്പ നടുന്ന അവസരത്തിൽ ഞാൻ കുറേ കപ്പ പുഴുങ്ങി ഉണക്കി വയ്ക്കും, അത് കുറച്ചുകൂടി ഇരിക്കും. വേലക്കാരെൻ്റെ കൂടെ വന്ന് താമസിച്ചു. അവർക്കിതുകൊണ്ടൊന്നും ഞാൻ തിരുമേനി അച്ഛാ ഞങ്ങൾക്ക് ഇതൊന്നും കൊണ്ട് ജീവിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഞാൻ പറഞ്ഞത് പോകണമെങ്കിൽ പോകാം, ഒരു വിരോധവുമില്ല. അവസാനമാണ് ഈ പാപ്പൻ എൻ്റെ കൂടെ വന്നത്. പാപ്പൻ എൻ്റെ ജീവിതത്തിൽ വളരെ ഇഷ്ടമായി. അപ്പോൾ അതിനോട് തന്നെ പറയാറുണ്ട്, എൻ്റെ അച്ഛ എനിക്കിപ്പോഴേ നമസ്കരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ നിഷ്ഠ അനുസരിച്ചുള്ള പ്രാർത്ഥന അവിടെയുണ്ട്. ആ നിഷ്ഠ അനുസരിച്ച് അവനും ഇതിൽ സംബന്ധിക്കുമായിരുന്നു.
അവനല്ലാതെ വേലക്കാരനായിട്ട് ഞാൻ അവനെ കണ്ടില്ല. അവനും ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് എനിക്ക്. പ്രാർത്ഥനയെല്ലാം ഒന്ന് സംബന്ധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുഞ്ഞെ, ഞാനും നീയുള്ളൂ ഇപ്പോൾ ഇവിടെ. നമ്മൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഞാൻ കുർബാനയിലേക്ക് വരുന്ന അവസരത്തിൽ അവനാൾ തീ കത്തിക്കും. ഞാൻ പോയി കപ്പയുണ്ട്, കപ്പ് കൊണ്ടുവരും. കപ്പ കൊണ്ട് വന്നിട്ട് ഞാനത് ചെണ്ടമുടിനായിട്ട് മുറിച്ച് എല്ലാം കഴിയും. അപ്പോൾ അവന് കലനടപ്പേ വെക്കും. ഇത് പുഴുങ്ങി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാപ്പി കുടിക്കുന്നത്. കുർബാന കഴിഞ്ഞേച്ച് ഒന്ന് കാപ്പി ഉണ്ടാക്കി വേണം കാപ്പി കുടിക്കാൻ. ആരും ഒന്നും കൊണ്ടുതരാനില്ല അന്ന്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പല പല ജീവിതാനുഭവങ്ങൾ അവിടെ ഉണ്ടായി. ഒരാളുടെ ജീവിതം ഫിസിക്കലായിട്ട് വളരെ എനിക്ക് സ്ട്രെയിനുവസ് ആയിരുന്നു. ഞാൻ ആരോടും ഒന്നും ചോദിക്കാൻ പോകാറില്ല, ആരോടും ഒന്നും യാചിക്കാൻ പോകാറില്ല. എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ അവിടെ ജീവിക്കാനായിട്ട് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ പട്ടിണിയും പ്രയാസങ്ങളും ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ 10 വർഷം എൻ്റെ ശരീരമെല്ലാം നീരുകൊണ്ടും വേദനയാണ്. കാരണം ആർത്രൈറ്റിസ് എന്നെ ഞാൻ തോന്നുന്നത് വളരെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിലെ ഞരമ്പുകളെല്ലാം ഈ ഓന്ത് പൊങ്ങി നിൽക്കുന്ന പോലെ പൊങ്ങി നിൽക്കുമായിരുന്നു. എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്ന പിന്നീട് എൻ്റെ ഡ്രൈവറായിട്ട് വന്ന പാപ്പച്ചനാണ് എൻ്റെ കൂടെ അന്ന് താമസിക്കുന്നത്. അവനെ വൈകിട്ട് ഈ മുളകുടിയില പറിച്ചുകൊണ്ട് വന്ന് തൊണ്ടുകൊണ്ട് നെരിപ്പൊടുണ്ടാക്കി ആ മുളകുടിയില കാച്ചി ചൂടുണ്ടാക്കിയിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന ഞരമ്പുകളുടെ പുറത്തോട്ട് വയ്ക്കും. ഒത്തിരി ചൂടുണ്ടാകുന്നുണ്ടെ കുറേ അത് ശമിക്കും. അങ്ങനെയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കാൻ പോകുന്നത്. അതുപോലെ പ്രയാസമായിരുന്നു. പക്ഷേ അതിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പല പല ജീവിതാനുഭവങ്ങൾ അവിടെ ഉണ്ടായി. പിശാച് ബാധിതർ വന്ന് പിശാച് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പോകാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. രോഗസൗഖ്യമുണ്ടായി. അങ്ങനെയൊക്കെ ധാരാളം സംഭവം നടന്നപ്പോൾ മുതലേ ആ നാട്ടിലുള്ള എല്ലാവർക്കും എന്നോടൊരു ഭക്തി തോന്നി. ഹിന്ദുക്കൾ തന്നെയാണെങ്കിൽ അവിടുത്തെ പ്രമാണിക ഹിന്ദുക്കൾ ആണെങ്കിൽ തന്നെയും ഞാനതിനെ കടന്നു പോകുമ്പോൾ അവരെഴുന്നേ തൊഴുതുകൊണ്ട് നിൽക്കും. ഞാൻ കടന്നു പോയിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. നാട്ടുകാരൻ വിളിച്ചതാണ് മാലാകാഴ്ച. പെന്തിക്കുസുകാർ പോലും അവരുടെ വീട്ടിൽ രോഗികൾ വരുന്ന അവസരം ഉണ്ടെങ്കിൽ അവർ രാത്രിയിലേ വരത്തുള്ളൂ. ഞാൻ അവരുടെ കൂടെ പോകുന്ന ഒരു ഭ്രാന്തലുമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ അവർ പറയും, ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവമക്കൾ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് എന്നെ ഒടിഞ്ഞു പോരെ. അദ്ദേഹത്തെ പോലെ ഭയങ്കര സഭയുടെ ഭക്തനായ ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്രമാത്രം. അത് എൻ്റെ കൂടെ അവൻ താമസിച്ചിട്ടുണ്ട്. താമസിച്ചിരിക്കുമ്പോൾ ഒന്ന് റാന്തനാണുള്ളത്. റാന്ത് തീരുമാനം കെടുത്തത്തില്ല, തിരുവാലത്തേക്കത്തേ ഉള്ളൂ. പാതിരാത്രിയാകുമ്പോൾ തിരുമേനി എഴുന്നേൽക്കും. തൊട്ടുമുറിയിലാണ് ഞാൻ കിടക്കുന്നത്. പ്രധാന മുറിയിലാണ് തിരുമേനി താമസിക്കുന്നത്. ഞാൻ തൊട്ടുമുറിയിലാണ് കിടക്കുന്നത്.
പ്രാർത്ഥിക്കാൻ തുടങ്ങും തിരുമേനി. എന്നിട്ട് ഞാനും എഴുന്നേക്കും. തിരുമേനിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും നിൽക്കും. തിരുമേനി അറിയുന്നില്ലെങ്കിൽ ആഗ്രഹവുമില്ല. പിന്നെ അതുപോലെ ഈ ചിലപ്പോൾ രാത്രിയിൽ കാളവണ്ടി അടിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോകും. അന്നേരം ഞാനിത് കേൾക്കും. ഉടനെ എൻ്റെ മനസ്സിൽ തോന്നും, എടാ, ലോകത്തിലെ മനുഷ്യൻ പാതിരാത്രിക്ക് കഷ്ടപ്പെട്ട് വണ്ടി അടിച്ചുകൊണ്ട് പോകും. നീ ദൈവത്തിൻ്റെ ഒരു ഭക്തനാകാനായിട്ട് വന്ന മനുഷ്യൻ, നീ കിടന്നുറങ്ങുക. ഈ കർത്താവെ ഇത് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ ചാടി എഴുന്നേറ്റ് ആ കാളവണ്ടിക്കാരൻ്റെ പോക്ക് അത് തന്നെ ഈ മാസം ഒരു ചാലഞ്ചായിരുന്നു. നമ്മുടെ മൂന്നാമത് ബസേലിയൂസ് തിരുമേനി എനിക്കും അദ്ദേഹമാണ് പൂർവീകനാക്കിയത്, ഷമ്മാശനാക്കിയത്, അച്ഛനാക്കിയത്, റബ്ബാനാക്കിയത്, എപ്പിസ്കോപ്പാക്കിയത്, മെത്രാപ്പോലീത്തനാക്കിയത്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കരമാണ് എൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത്. എന്നോടും അദ്ദേഹത്തിന് വലിയൊരു വാത്സല്യമാണ്. ഞാൻ മെത്രാച്ചനായപ്പോൾ എന്നോട് പറയുകയുണ്ടായി, മെത്രാച്ച എന്തോ താൻ എൻ്റെ യോഹന്നാനാണെന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. യോഹന്നാനാണ് ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ. അന്ന് മെത്രാച്ചന്മാർ ഏറ്റവും പ്രായം കുറഞ്ഞത് ഞാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ യോഹന്നാനാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ഓർക്കുകയാണ് പറഞ്ഞത്. സന്തോഷം തോന്നിയത് ഞാൻ കുർബാനയിൽ കഴിഞ്ഞാഴ്ച ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു ശാന്തിയും സമാധാനവുമുണ്ട്. ഞാൻ കുർബാനയിലേക്ക് വരികയാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടാവും. ഒരു സന്തോഷമാണ്. ദുഃഖം നമ്മുടെ സഭയുടെ, ഞാൻ എൻ്റെ സഭയെ എല്ലാത്തിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നു. എനിക്കുള്ളതിനേക്കാൾ സഭയുടെ ഇപ്പോഴത്തെ ദുസ്ഥിതിയാണ് എന്നെ വേദനിപ്പിക്കുന്ന. ഭയങ്കരമായ ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഞാനൊന്ന് മയങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ കട്ടിലയിൽ ഇരുന്നുകൊണ്ട് ദൈവമായിട്ട് കുസ്തി ചെയ്യുകയാണ്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുകയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ അത് കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസം. ഞാൻ പിന്നെ പോയി കിടക്കുമ്പോഴൊന്ന് മയങ്ങും. അന്നേരം മണി. ഞാൻ മരിക്കുന്നതിന് വരെയും ജോലിയാണ്. ഇപ്പോഴും ഞാൻ ബന്ധപ്പെടുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് 118:8 സങ്കീർത്തനം. മക്കളെ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എപ്പോഴും അവർ പൂർത്തീകരണം. ശാസ്താംകോട്ട ഒന്നാമത് അഗണ്യമായൊരു സ്ഥലമായിട്ട് കിടക്കുകയായിരുന്നു. ആ സ്ഥലം ഞാൻ അവിടെ പോയി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പോൾ അവിടെ പല സ്ഥാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ബൈബിൾ സ്കൂള്. ആ കുട്ടികൾ ഇപ്പോഴൊരു 1500 കുട്ടികൾ അവിടെ വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അവരെല്ലാം എന്തുമാത്രം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത് അറിയാമോ? ഞാനും പോയി ക്ലാസ് എടുക്കുമായിരുന്നു.
എൻ്റെ ക്ലാസ്സെല്ലാം അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒന്ന് ബൈബിൾ സ്കൂള്, ഓർഫനേജ്, ആശ്രമം, പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അന്യ സ്ഥലത്ത് എന്നെ പോലെ ബലഹീനതൻ അവിടെ പോയി വിശ്രമിക്കുകയാണെങ്കിൽ ആ സ്ഥലവും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വളരാനും ഉയരാനും സാധിച്ചേക്കുമെന്നുള്ള പ്രത്യാശയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് നമ്മൾ അവയുടെ കൊമ്പ് പല സ്ഥലത്തും ഉയരണം എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അവിടെ ഒരു നല്ല ഒരു പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന, ഗതിയില്ലാത്തവരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് അവർക്ക് നല്ലൊരു അന്ത്യം കിട്ടുവാനായിട്ട് സൗകര്യം ഉണ്ടാക്കണമെന്ന് എനിക്കൊരു കൊതിയൂടെ ഉണ്ട്. വാസ്തവത്തിൽ അത് ദൈവം നിർവഹിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് സാധിക്കുമെങ്കിൽ നമ്മുടെ വിമൻ സെഷന് ഒരു ട്രെയിനിങ് കിട്ടുവാൻ തക്കതും വേണം. എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഒരു തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വിമൻ അവർ പഠിച്ച് നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ ജോലി ചെയ്ത് അവരെ വിശുദ്ധരാക്കാൻ സാധിക്കണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. Once a bishop is ever a bishop. Once a shepherd is ever a shepherd. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളരുവാനാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇപ്പോൾ ഞാൻ കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്. കാരണം ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻസ് ഒന്നും എനിക്ക് വാസ്തവത്തിൽ സന്തോഷമായിട്ട് തോന്നുന്നില്ല. എന്നാൽ അതുകൊണ്ട് ആ സ്ഥാപനങ്ങളെല്ലാം സഭയാണ്, സംശയമൊന്നുമില്ല. ഞാൻ എൻ്റെ പേർക്ക് സ്ഥലവും വാങ്ങിച്ചിട്ടില്ല, എല്ലാം സഭയുടെ പേർക്കാണ് വാങ്ങിച്ചേക്കുന്നത്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സ്വർഗത്തിലെ ആളായിത്തീരണം. നമ്മുടെ കർത്താവ് വരും, സംശയമൊന്നുമില്ല. കർത്താവ് വരും വാഗ്ദാനം ചെയ്താൽ വിശ്വസ്തനാണ്. അവൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും, ബലഹീനനായ ഞാനും നിങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന ആ സ്വർഗീയമായ that inexpressible joy, unfathomable joy, that unique joy നിങ്ങളെല്ലാവരും ആസ്വദിപ്പാൻ സംഗതിയായിത്തീരുന്ന ഭാഗ്യത്തിൽ എനിക്കും കൂടെ ഓഹരി കിട്ടുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി.